കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 125 സീറ്റുകളാണ് NDA നേടിയതെങ്കിൽ 115 സീറ്റുകളാണ് അന്ന് ഇന്ത്യ സഖ്യം നേടിയത്. ഇന്ത്യ സഖ്യത്തിന് അന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 75 സീറ്റുകൾ നേടിക്കൊണ്ട് RJDക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണയും RJDക്ക് 75 എത്തിയില്ലെങ്കിലും ഇപ്പോഴത്തെ ലീഡ് നില ഇനി മാറി മറിഞ്ഞില്ലെങ്കിൽ, പക്ഷേ അങ്ങനെ മാറി മറിഞ്ഞ ചരിത്രങ്ങൾ സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ട്. അത് മാറി മറിഞ്ഞില്ലെങ്കിൽ RJDക്ക് നില കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് 75ലേക്കൊന്നും എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന നിലവിലെ ലീഡ് നില അനുസരിച്ച് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന പാർട്ടി JDU ആണ്. കഴിഞ്ഞ തവണ 43 സീറ്റിലേക്ക് JDU പിന്നാക്കം പോയിരുന്നു. JDU ഒന്നാമത്തെ പാർട്ടിയായും രണ്ടാമത്തെ പാർട്ടിയായും കഴിഞ്ഞ 20 വർഷത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം നിന്നപ്പോൾ കഴിഞ്ഞ തവണയാണ് അത് മൂന്നാമത്തെ പാർട്ടിയായി RJDക്കും BJPക്കും താഴെ 43 സീറ്റുകൾ മാത്രമുള്ള 75 സീറ്റുകളും 74 സീറ്റുകളുമാണ് കഴിഞ്ഞ തവണ RJDയും BJPയും നേടിയെങ്കിൽ 43 സീറ്റ് മാത്രമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ ലീഡ് നില അനുസരിച്ച് ആ 43 എന്നുള്ളത് കവച്ചു വെച്ചിരിക്കുന്നു. JDUവിന് കഴിഞ്ഞ തവണ വോട്ട് കട്ടറായി നിന്നത് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ചിരാഗ് പാസ്വാന്റെ പാർട്ടി, രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച JDUവിന്റെ വോട്ടുകൾ വലിയ തോതിൽ പിടിച്ചിരുന്നു. 9% വരുന്ന പാസ്വാൻ പിന്നോക്ക ദളിത് വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഇവരുടെ വോട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇതാണ് ഇവരെ പിന്നോക്കം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നിന്നത്. അത് ഇത്തവണ മാറിയിരിക്കുന്നു. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് വലിയ തോതിൽ സീറ്റുകളെ കൊടുത്ത് ഒപ്പം നിർത്തിയിരിക്കുന്നു. അങ്ങനെ ആ വോട്ട് ഭിന്നിച്ചു പോകാതിരുന്നതോടുകൂടി JDUവിന് വലിയ നേട്ടമുണ്ടായിരിക്കുന്നു. JDU ആണ് ഇത്തവണ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുന്ന പാർട്ടിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ട്രെൻഡ് തുടർന്നാലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാലും ഒക്കെ JDUവിൻ്റെ ഒരു വലിയ മുന്നേറ്റമുണ്ട്. BJPക്ക് തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താൻ കഴിയുന്നു. RJDക്കും ഏറെക്കുറെ സീറ്റുകളിൽ കാര്യമായ വ്യത്യാസമില്ലാതെ നിലനിർത്താനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 12 സീറ്റുകൾ നേടിയ CPI-ML ഇപ്പോൾ 7 സീറ്റുകൾ മാത്രമാണ് മുന്നേറുന്നത്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച പാർട്ടിയാണ്. CPM കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ജയിച്ചത്. ഇത്തവണയും ആ 2 സീറ്റുകൾ തന്നെ അവർ ലീഡ് നിലനിർത്തുന്നുണ്ട്. CPI കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ജയിച്ചതാണ്. അതിൽ ഒരു സീറ്റിലാണ് ഇപ്പോൾ നിലവിൽ ലീഡ് നിലനിർത്തുന്നത്. ഈ ലീഡെല്ലാം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടിംഗ് ആരംഭിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് വരുന്നതോടുകൂടി ആകെ വോട്ടുകളുടെ ഏകദേശം 1-2% വോട്ട് മാത്രമാണ് ഈ പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത്. ഇനിയും 90-95% വോട്ട് എണ്ണാൻ കിടക്കുകയാണ്. അവിടെ വോട്ടിംഗ് ആകെ മാറിമറിയാനുള്ള സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മഹാഗഡ്ബന്ധനിൽ RJDയും കോൺഗ്രസും CPI-MLും CPIയും CPMും എല്ലാം ഇപ്പോഴും പ്രതീക്ഷ പ്രകടിപ്പിച്ച് തന്നെ നിൽക്കുന്നത്. VIP അടക്കമുള്ള പാർട്ടികൾ പ്രതീക്ഷ പ്രകടിപ്പിച്ച് നിൽക്കുന്നത്. പക്ഷേ മറിച്ച് NDA ക്യാമ്പുകളിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു. മോദിയുടെയും നിതീഷിന്റെയും നേതൃത്വത്തിൽ ബീഹാറിൽ പുതിയൊരു യുഗം കൂടി പിറവിയാണ്, ചരിത്രമാണ് പിറക്കുന്നത് എന്നത് BJP നേതാക്കളാകെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP നേതാക്കൾ പരസ്യമായി തന്നെ ചാനലുകളിൽ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. RJDയുടെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ഒരു പ്രതികരണമല്ലാതെ മറ്റ് പ്രതികരണങ്ങൾ വന്നിട്ടില്ല. അവർ പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ഏറ്റവും അവസാനപ്പെട്ട ലീഡ് നില നോക്കുമ്പോൾ 134 സീറ്റുകളിലേക്ക് 10 സീറ്റുകൾ അധികം നേടിക്കൊണ്ട്, 11 സീറ്റുകൾ അധികം നേടിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തിനും 11 സീറ്റുകളിൽ അധികമാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 66 സീറ്റുകളിൽ മാത്രമാണ് ആകെയുള്ള NDAയുടെ മുന്നേറ്റത്തിൻ്റെ പകുതിയിൽ സീറ്റുകൾ താഴെ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ കഴിയുന്നത്. ഇന്ത്യ സഖ്യത്തിൽ തന്നെ RJDക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് വല്ലാതെ പിന്നാക്കം പോയിരിക്കുന്നു. 12 സീറ്റുകളിലും ഇത്തവണയും വിജയം ഉറപ്പാക്കിയിരുന്ന CPI-ML, അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ML അടക്കം ഇപ്പോൾ 7 സീറ്റുകൾ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു തരത്തിൽ NDAയുടെ ഒരു തേരോട്ടമാണ്, NDAയുടെ വലിയൊരു മുന്നേറ്റമാണ്. എന്തായാലും പോസ്റ്റൽ വോട്ടിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പകുതി മണ്ഡലങ്ങളിൽ ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിലും കാണുന്നത് ഇനിയും റൗണ്ടുകൾ ഏറെ വരാനുണ്ട്. ഇനിയും ഫലങ്ങൾ മാറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തുടക്കത്തിലെ ട്രെൻഡ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ NDA അധികാരത്തിൽ വരും. ഇനി ട്രെൻഡ് മാറുമോ ഇല്ലയോ എന്ന് വരും മിനിറ്റുകളിൽ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. റിയൽ നമ്പേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടെണ്ണൽ എല്ലാ മണ്ഡലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഒന്നിലേറെ റൗണ്ടുകൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനെടുത്തപ്പോൾ മുതൽ തന്നെയുള്ള കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകളും. എന്തായാലും ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണ തുടർച്ച തന്നെ ബീഹാറിൽ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അത്ര വലിയ ലീഡാണ്, തുടക്ക സമയത്ത് അത്ര വലിയ ലീഡാണ്. 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അത്ര വലിയ ലീഡ് എടുത്തിരിക്കുകയാണ് NDA. BJP JDUവും LJPയും ചേർന്നുള്ള ആ മുന്നണി അതിശക്തമായ രീതിയിൽ തന്നെ മുന്നേറുന്നു. 134 എന്ന ഫിഗറിലേക്ക് മാറിയിരിക്കുകയാണ്. മറുവശത്ത് 66 സീറ്റുകളിൽ മാത്രമാണ്
ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ കുറച്ച് റൗണ്ടുകളുടെ ഫലം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് അതാത് ബൂത്തുകളിൽ നിന്ന് അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് 134 എന്നുള്ള ഫിഗർ വന്നിരിക്കുന്നത്. അതിൽ BJP 60 സീറ്റുകളിൽ ലീഡ്, 56 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. JDU, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് രണ്ട് പാർട്ടികളും വരുവാനുള്ള എല്ലാ സാധ്യതകളും. NDA 135 എന്ന് പറയുമ്പോൾ അവരുടെ ഗെയിൻ തന്നെ 27 സീറ്റുകൾ കഴിഞ്ഞ തവണ അവർ തോറ്റ സീറ്റുകളാണ്. അവിടെയാണ് ഇത്തവണ അവർ ഗെയിൻ ചെയ്തിരിക്കുന്നത്. 27 സീറ്റുകളുടെ ലീഡ് വന്നിരിക്കുന്നു. അതാണ് ഇത്രയും സീറ്റുകളിലേക്ക് ലീഡ് ഉയർന്നിരിക്കുന്നത്. BJP അതിൽ 60, JDU 57 സീറ്റുകളിൽ ലീഡ്, LJP 9 സീറ്റുകളിൽ ലീഡ്, RLM 5 സീറ്റുകൾ, HAMS 4 സീറ്റുകളിൽ ലീഡ്. ഇതാണ് NDAയുടെ കണക്ക് വന്നിരിക്കുന്നത്. മറുവശത്ത് MGBയിൽ RJD ആണ് 43 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് 12 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഇടതു പാർട്ടികൾ 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതിൽ 7 സീറ്റുകളിലെ ലീഡ് CPI MLനാണ്. ഒപ്പം തന്നെ CPM 2 സീറ്റുകളിലും CPI 1 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട്. 137ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പാർട്ടി തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ്: RJD 43, കോൺഗ്രസ് 12, CPI ML 6, CPM 2, VIP 1, CPI 1 എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കണക്കുകൾ. മറുവശത്ത് BJP തന്നെയാണ് NDAയിൽ കൂടുതൽ സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത്. ഓരോ നിമിഷവും മാറുന്നു. 137ലേക്ക് കൗണ്ട് കൂടുന്നു. 138ആയി. എക്സിറ്റ് പോളുകളൊക്കെ 140 മുകളിൽ പല എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നു. CNN ന്യൂസ് 18ന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് 140 മുതൽ 150 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ്. ഏതാണ്ട് അതേ കണക്കുകളാണ് ഇപ്പോൾ വരുന്നത്. 138ലേക്ക് ലീഡ് ഉയർന്നിരിക്കുകയാണ്. 64ആയി ഇപ്പോൾ MGB. ഏതാണ്ട് എല്ലാ സീറ്റുകളിലെയും ലീഡ് നില ഇപ്പോൾ 207 സീറ്റുകളിലെ ലീഡ് നില ഇപ്പോൾ അറിവായി കഴിഞ്ഞു. ആകെയുള്ള 243ൽ 122 കിട്ടിയാൽ ഭരണ തുടർച്ച ഉറപ്പാണ്. അതിൽ ഇപ്പോൾ 207ൽ തന്നെയാണ് ഇത്രയും സീറ്റുകൾ ലീഡ്. 139 സീറ്റുകളുടെ ലീഡിലേക്ക് ഉയരുവാൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ BJPയും JDUവും ഏതാണ്ട് സമാനമായ രീതിയിൽ മുന്നേറുന്നു. MGB 65 സീറ്റുകളിൽ മാത്രം ലീഡ്. JSPക്ക്, ജൻ സുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 3 സീറ്റുകളിൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു. 2 സീറ്റുകളിൽ മറ്റുള്ളവർ, അതിൽ അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും ഉൾപ്പെടുകയാണ്. 139 എന്ന് പറയുമ്പോൾ 209 സീറ്റുകളിലെ ലീഡ് അറിയുമ്പോഴാണ് ഈ നില. മൊത്തത്തിൽ ഇതാണ് ബീഹാറിന്റെ ഒരു പൊതുചിത്രം മാജിക് ബാളിൽ കാണുമ്പോൾ. അതിൽ JDUവും BJPയും അവരുടെ രണ്ടുപേരുടെയും സിമ്പലാണ്, കളറാണ് മുന്നിട്ട് നിൽക്കുന്നത്. പച്ചയും കാവിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതാണ് രാകേഷ്, ഇതാണല്ലോ മാജിക് ബോളിൽ കൃത്യമായിട്ട് അത് കാണാമല്ലോ. NDAക്ക് ഇപ്പോഴും 139 അല്ലേ? 139. ഇന്ത്യ സഖ്യം ഇപ്പോഴും 65ൽ തന്നെ നിൽക്കുകയാണ് അല്ലേ? അതെ മഞ്ജുഷ്, 1 മണിക്കൂർ 20 മിനിറ്റ് പിന്നിടുമ്പോൾ NDAക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. 243ൽ 209 മണ്ഡലങ്ങളിലെ ഫലങ്ങളാണ് ഇപ്പോൾ, ആദ്യ സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ NDAക്ക് കേവല ഭൂരിപക്ഷം മറികടക്കുന്നൊരു പ്രകടനം NDAയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 139 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 31 സീറ്റിൽ അധികം ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 64 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് 29 സീറ്റിന്റെ കുറവാണ്. JSP തുടക്കക്കാരാണ്. ജൻസുരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയാണ്. ആ പാർട്ടി 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് നിർണായകമാണ്. അത് 4 സീറ്റ് മാത്രം എന്ന കണക്കുകൾ കാണാൻ കഴിയില്ല. മറിച്ച് എല്ലാ സീറ്റിലും മത്സരിച്ച പാർട്ടിയാണ് അവർ മറ്റ് സീറ്റുകളിൽ എത്രമാത്രം വോട്ട് പിടിച്ചിട്ടുണ്ട്, വോട്ട് കട്ടറായിട്ടുണ്ട്, ആരുടെ വോട്ടാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ